പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമായ കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും. എന്താണ് ഈ മലകൾ? തടസ്സങ്ങൾ നിരപ്പാക്കും, പിച്ചളവാൽ ഒടിക്കും. ആരെങ്കിലും തടസ്സം നിന്ന് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം കർത്താവ് ഒടിച്ചു കളയും. നമുക്ക് ആ വചനം ഒന്ന് ശ്രമിക്കാം. ഏശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-3 തിരുവചനം അനുസരിക്കാം. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. പഠിച്ചിട്ട് ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനം ആവർത്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആ ഓഫീസിലേക്ക് കയറി പോകുന്നതിന് മുമ്പേ യേശുനാഥൻ ദൂതനെ അയച്ച് അവിടെ ഒരുക്കും. തടസ്സം നിൽക്കുന്ന എല്ലാം ഒടിച്ച് ദൂരെ എറിയും, അനുഗ്രഹിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യണം. ഈ വചനത്തിൽ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. 3-ാം തിരുവചനം, നിന്നെ പേര് ചൊല്ലി ഞാൻ വിളിച്ചിരിക്കുന്നു. ഉണ്ടാ, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. എപ്പോഴാണെന്നറിയാമോ? ഈ വചനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ഇത് ആവർത്തിച്ച് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കണം. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ 5 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് പോയണമെങ്കിൽ വണ്ടിക്ക് ഈ വചനം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. എനിക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാൽ ഒടിക്കുകയും ഇരുപാടാൽ തറയുകയും ചെയ്തു അവസാനം യേശുവേ എന്നെ പേര് ചൊല്ലി വിളിക്കണേ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തടസ്സങ്ങളെല്ലാം വിട്ടുപോകും, അനുഗ്രഹമാകും. ഈ വചനം കേൾക്കുന്ന ഓരോ മകനെയും മകളെയും പുത്രനായ യേശുവേ നിന്റെ മേലങ്കിയോട് രക്തക്കറ പുറന്ന രക്തം ചൊരിഞ്ഞ ആ വസ്ത്രത്തിൻ്റെ മേലങ്കി കൊണ്ട് പൊതിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമേൻ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.